എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ആദ്യത്തെ ഒരു തെലുങ്ക് മൂവിയാണ് ത്രിപുനാധാരി ബാർബാറിക്. സത്യരാജിനെ കേന്ദ്ര കഥാപാത്രമാക്കി മോഹൻ ശ്രീവത്സ സംവിധാനം ചെയ്ത ഒരു ത്രില്ലർ ചിത്രമാണ് ത്രിപുനാധാരി ബാർബാറിക്. സൺനെക്സ്റ്റിലൂടെ ഒക്ടോബർ 10 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി ക്രീം. അഭിഷേക് ബസൻ സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ക്രീം. ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി ദി ട്വിറ്റ്സ്. ഒരു അമേരിക്കൻ ആനിമേറ്റഡ് മ്യൂസിക്കൽ കോമഡി ചിത്രമാണ് ദി ട്വിറ്റ്സ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 17 ഇത് OTTയിൽ റിലീസ് ചെയ്യും. രാഹുൽ മാധവിനെ കേന്ദ്ര കഥാപാത്രമാക്കി മനോജ് ടി യാദവ് സംവിധാനം ചെയ്തൊരു ഫാമിലി ഡ്രാമ ത്രില്ലർ മൂവിയാണ് തമ്പാച്ചി. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി മിറാഷ്. ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്തൊരു ത്രില്ലർ മൂവിയാണ് മിറാഷ്. സോണി ലീവിലൂടെ ഒക്ടോബർ 23 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി തലവര. അർജുൻ അശോകൻ, രേവതി ശർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഖിൽ അനിൽകുമാർ രചനയും സംവിധാനം നിർവഹിച്ചൊരു സിനിമയാണ് തലവര. ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്ക് ഇത് OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മലയാളം മൂവി ആഭ്യന്തര കുറ്റവാളി. ആസിഫ് അലി, തുളസി ജഗദീഷ്, ഹരിശ്രീ അശോകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ സേതുനാഥ് പത്മകുമാർ രചനയും സംവിധാനം നിർവഹിച്ചൊരു കോമഡി മൂവിയാണ് ആഭ്യന്തര കുറ്റവാളി. C5ലൂടെ ഒക്ടോബർ 17 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി ചെക്ക്മേറ്റ്. അനൂപ് മേനോനെ കേന്ദ്ര കഥാപാത്രമായി രതീഷ് ശേഖർ രചനയും സംവിധാനം നിർവഹിച്ചൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ചെക്ക്മേറ്റ്. C5ലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാളം മൂവി മേനെ പ്യാർ കിയ. ഹൃദു ഹാരൂൺ, പ്രീതി മുകുന്ദൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഫൈസൽ ഫസലുദ്ദീൻ സംവിധാനം ചെയ്തൊരു കോമഡി ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് മേനെ പ്യാർ കിയ. ആമസോൺ പ്രൈമിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാളം മൂവി ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദുൽഖർ സൽമാൻ ബാനറായ വേഫറർ ഫിലിംസ് നിർമ്മിച്ച് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്തൊരു സൂപ്പർ ഹീറോ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. നെറ്റ്ഫ്ലിക്സിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദീപാവലിയോടനുബന്ധിച്ചു അല്ലെങ്കിൽ ഒക്ടോബർ മാസം 23 ഇത് OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് മെഹ്ഫിൽ. മുകേഷ്, ഉണ്ണി മുകുന്ദൻ, ആശാ ശരത്, മനോജ് KJN എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജയരാജ് രചനയും സംവിധാനവും നിർവഹിച്ച ഒരു മ്യൂസിക്കൽ ഡ്രാമ മൂവിയാണ് മെഹ്ഫിൽ. ഈ മൂവി മനോരമ മാക്സിലൂടെ OTTയിൽ ലഭ്യമാണ്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ആളങ്കം. ലുക്മാൻ, ജാഫർ ഇടുക്കി, ശരണ്യ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാക്കി ഷാനി ഖാദർ സംവിധാനം ചെയ്ത ഒരു കോമഡി ആക്ഷൻ ചിത്രമാണ് ആളങ്കം. മനോരമ മാക്സ് വഴി ഉടൻ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത മലയാളം മൂവി ഒരു പ്രണയപർവ്വം. സൂരജ് സൺ, ശബരീഷ് വർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിജേഷ് ചെമ്പിലോട് രചനയും സംവിധാനം നിർവഹിച്ച ഒരു കോമഡി ചിത്രമാണ് ഒരു വടക്കൻ പ്രണയപർവ്വം. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു മലയാളം സീരീസ് ആണ് ഫാർമ. PR അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളി നായകനാകുന്ന ആദ്യ വെബ് സീരീസ് ആണ് ഫാർമ. ഒരു ഗുളികയുടെ കവറിനുള്ളിൽ കിടക്കുന്ന നിവിനെയാണ് പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത്. ഒരു സെയിൽസ്മാന്റെ കഥയാണ് സിനിമ പറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ 24 റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ. നിവിൻ പോളിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഹനീഷ് അദയനി സംവിധാനം ചെയ്ത മലയാളം ആക്ഷൻ കോമഡി ചിത്രമാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ. ആമസോൺ പ്രൈം വീഡിയോ വഴി ഉടൻ റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു ഇംഗ്ലീഷ് സീരീസ് ആണ് ജിനി മേക്ക് എ വിഷ്. ഇതൊരു ദക്ഷിണ കൊറിയൻ ഫാന്റസി റൊമാൻറ്റിക് കോമഡി മൂവിയാണ്. ഒക്ടോബർ 3 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി ടൊർണാഡോ. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഒരു ആക്ഷൻ ഡ്രാമ ചിത്രമാണ് ടൊർണാഡോ. ജോൺ മക്ലീൻ രചനയും സംവിധാനം നിർവഹിച്ച ഈ മൂവി ഒക്ടോബർ 10 ലയൺസ് ഗേറ്റ് പ്ലേയിലൂടെ OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി ദ വുമൺ ഇൻ ക്യാബിൻ 10. സൈമൺ സ്റ്റോൺ സംവിധാനം ചെയ്തൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് ദ വുമൺ ഇൻ ക്യാബിൻ 10. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 10 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി ദി റെസറക്റ്റഡ്. ഒരു അമേരിക്കൻ അമാനുഷിക ഹൊറർ ചിത്രമാണ് ദി റെസറക്റ്റഡ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 10 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി മിറായി. തേജ സജ്ജയെ കേന്ദ്ര കഥാപാത്രമാക്കി കാർത്തിക് കട്ടന്നേനി സംവിധാനം ചെയ്തൊരു ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി ത്രില്ലർ മൂവിയാണ് മിറായി. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 10 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി ദേ കോൾ ഹിം ഓജി. സുജീത് രചനയും സംവിധാനം നിർവഹിച്ച ഈ മൂവി ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 30 ഇത് OTTയിൽ റിലീസ് ചെയ്യും.